അടുത്തതായിട്ട് ഒരു ടെക്സ്റ്റ് ഫീൽഡിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഏതൊരു വിഡ്ജറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? അതിൻ്റെ സ്റ്റൈലിംഗ് ആണ് അല്ലേ. നമ്മൾ പ്രധാനമായിട്ടും ബിഗിനർ സീരീസ് ആണ് നോക്കുന്നത് ഞാൻ എപ്പോഴും പറയുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് എൻ്റെ ഈ വീഡിയോസിനടിയിൽ വന്ന് കമൻറ്റ് ചെയ്യാറുണ്ട്, ആപ്പ് തുടങ്ങട്ടെ, ഇൻ്റർമീഡിയറ്റ് പോരട്ടെ, അത് പോരട്ടെ, ഇത് പോരട്ടെ എന്നൊക്കെ. പക്ഷേ ഞാനൊരു എന്താ പറയുക, ബിഗിനർ ഇൻ്റർമീഡിയറ്റ് അഡ്വാൻസ് എന്ന് പറയുന്ന ഒരു ലെവൽ ഒരു രീതിയിലാണ് ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിത് എപ്പോഴും എടുത്തെടുത്ത് പറയുന്നത്. പക്ഷേ എന്നാലും ആളുകൾ വീണ്ടും ചോദിക്കാറുണ്ട് ആപ്പ് എന്താ തുടങ്ങാത്തതെന്നൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും എടുത്ത് ഇങ്ങനെ പറയുന്നത്. ബിഗിനർ സീരീസാണ് നമ്മളിപ്പോൾ കറൻ്റ്ലി പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ പ്രധാനമായിട്ടും ഈ ബിഗിനർ സീരീസിൽ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്താണ്? എങ്ങനെ ഒരു വിഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യാം, എന്തൊക്കെ തരത്തിലുള്ള വിഡ്ജറ്റുകളുണ്ട്, അതിനെ എങ്ങനെയൊക്കെ സ്റ്റൈൽ ചെയ്യാം, ഇതാണ് നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ടെക്സ്റ്റ് ഫീൽഡിനെ സ്റ്റൈൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനുപയോഗിക്കുന്ന ഒരു നെയിംഡ് പാരാമീറ്ററാണ് ഡെക്കറേഷൻ എന്ന് പറയുന്നത്. പേര് കേട്ട് പരിചയമുണ്ടാവും. നമ്മൾ കണ്ടെയ്നർ പഠിച്ച സമയത്ത് ഡെക്കറേഷനാണ് യൂസ് ചെയ്തിരുന്നത്. പക്ഷേ അവിടെ നമ്മൾ ഉപയോഗിച്ചത് എന്ത് ഡെക്കറേഷനായിരുന്നു? കണ്ടെയ്നറിന് വേണ്ടി ബോക്സ് ഡെക്കറേഷനായിരുന്നു ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഇൻപുട്ട് ഡെക്കറേഷൻ എന്ന് പറയുന്ന ഒരു ക്ലാസ്സാണ്. അപ്പോൾ ആ ക്ലാസ്സിൻ്റെ കൺസ്ട്രക്ടറിനെയാണ് നമ്മളിവിടെ വിളിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കണ്ടെയ്നർ പഠിച്ചിരുന്ന സമയത്ത് നമ്മൾ പഠിച്ചത് എന്താണ്? ബോക്സ് ഡെക്കറേഷൻ എന്ന് പറയുന്ന ക്ലാസ് ആയിരുന്നു. പക്ഷേ ഇവിടെ ടെക്സ്റ്റ് ഫീൽഡിൻ്റെ കേസിൽ നമ്മൾ ഇൻപുട്ട് ഡെക്കറേഷൻ എന്ന് പറയുന്ന ഒരു ക്ലാസ്സാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്കിപ്പോൾ എന്താണ് സ്ക്രീനിൽ കാണാൻ പറ്റുന്നത്? ഒരു ടെക്സ്റ്റ് ഫീൽഡിൻ്റെ ബോർഡർ കാണാം അല്ലേ. അപ്പോൾ നമുക്ക് ബോർഡറിൽ നിന്ന് അങ്ങ് തുടങ്ങാം. അപ്പോൾ നമുക്ക് ബോർഡർ 2-3 തരത്തിലുണ്ട്. ഒന്ന് ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? എനേബിൾ ചെയ്യാം, ഡിസേബിൾ ചെയ്യാമെന്ന് പഠിച്ചു അല്ലേ ടെക്സ്റ്റ് ഫീൽഡിനെ. അപ്പോൾ ടെക്സ്റ്റ് ഫീൽഡ് എനേബിൾ ആയിരിക്കുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക ബോർഡറും, ടെക്സ്റ്റ് ഫീൽഡ് ഡിസേബിൾഡ് ആയിരിക്കുമ്പോൾ വേറൊരു ടൈപ്പ് ഓഫ് ബോർഡറും, അതുപോലെ ടെക്സ്റ്റ് ഫീൽഡ് ഫോക്കസ്ഡ് ആയിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഈ ഇതിലൊന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുണ്ടല്ലോ, ഇപ്പോൾ ഇവിടെ കളർ ബ്ലൂ ആയില്ലേ. അപ്പോൾ ഇതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടെക്സ്റ്റ് ഫീൽഡ് ഇപ്പോൾ ഫോക്കസ്ഡ് ആണ്. അതായത് നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത് അതിലിപ്പം ആ ഒരു ടെക്സ്റ്റ് ഫീൽഡിൽ വാല്യൂസ് എൻ്റർ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. അതിനെ നമ്മൾ പറയുന്നത് ഫോക്കസ്ഡ് ആയി എന്നാണ്. അപ്പോൾ ഈ ഒരു 3 കേസിൽ നമുക്ക് ബോർഡേഴ്സിനെ മാറ്റി കൊടുക്കാൻ സാധിക്കും. അതായത് ഒരു ടെക്സ്റ്റ് ഫീൽഡ് എനേബിൾ ആണെങ്കിൽ, അതുപോലെ തന്നെ ഡിസേബിൾഡ് ആണെങ്കിൽ, അതുപോലെ തന്നെ എപ്പോഴാണോ ഒരു ടെക്സ്റ്റ് ഫീൽഡ് ഫോക്കസ്ഡ് ആവുന്നത് അപ്പോഴും നമുക്ക് ബോർഡറിനെ മാറ്റി കൊടുക്കാൻ സാധിക്കും. അപ്പോൾ അതിനൊക്കെയുള്ള നെയിംഡ് പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് എനേബിൾഡ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ഫീൽഡിൻ്റെ ബോർഡർ എങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയുള്ള നെയിംഡ് പാരാമീറ്ററാണ് എനേബിൾഡ് ബോർഡർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഈ ബോർഡറിലേക്ക് നമുക്കൊരു കൺസ്ട്രക്ടറിനെ പാസ് ചെയ്യണം അല്ലേ. എന്നിട്ട് അതിനുള്ളിൽ കുറേ കോൺഫിഗറേഷനൊക്കെ പാസ് ചെയ്ത് നമ്മൾ ഈ ഒരു ബോർഡറിനെ സ്റ്റൈൽ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിന് വേണ്ടിയുള്ള ക്ലാസ് ഏതാണ്? ഔട്ട്ലൈൻ ഇൻപുട്ട് ബോർഡർ എന്ന് പറയുന്ന ഒരു ക്ലാസ്സാണ് ഈ ഒരു എനേബിൾഡ് ബോർഡർ എന്ന് പറയുന്ന നെയിംഡ് പാരാമീറ്റർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഔട്ട്ലൈൻ ഇൻപുട്ട് ബോർഡർ എന്ന് പറയുന്ന ഒരു ക്ലാസ്സാണ് ഈ ഒരു എനേബിൾഡ് ബോർഡർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. എനേബിൾഡ് ബോർഡർ മാത്രമല്ല കേട്ടോ, ഡിസേബിൾഡ് ബോർഡർ ആണെങ്കിലും ഫോക്കസ്ഡ് ബോർഡർ ആണെങ്കിലും എല്ലാം എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഔട്ട്ലൈൻ ഇൻപുട്ട് ബോർഡറാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്താണ് ആദ്യം തന്നെ മാറ്റി കൊടുക്കേണ്ടത്? ഈ ഒരു ബോർഡറിൻ്റെ കളറും അതുപോലെ ഇതിൻ്റെ ഒരു തിക്നെസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി കൊടുത്ത് നോക്കാം. അതിന് വേണ്ടിയുള്ള നെയിംഡ് പാരാമീറ്ററാണ് ബോർഡർ സൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ബോർഡർ സൈഡിലേക്ക് നമ്മൾ ബോർഡർ സൈഡ് എന്ന് തന്നെ പറയുന്ന ഒരു ക്ലാസ്സിൻ്റെ കൺസ്ട്രക്ടറിനെ പാസ് ചെയ്യാൻ പോവുകയാണ്. എന്തിനാണ്? ഈ ബോർഡർ സൈഡിന് ആവശ്യമായിട്ടുള്ള വാല്യൂസിനെ കൊടുക്കാൻ വേണ്ടി, കളറും അതിൻ്റെ തിക്നെസ്സും കാര്യങ്ങളെല്ലാം മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ബോർഡറിന് ഒരു കളർ കൊടുക്കാം. കളർ നമ്മൾ എങ്ങനെയാണ് കൊടുക്കാറ്? സാധാരണ കളേഴ്സ് എന്ന് പറയുന്ന ആ ഒരു എന്യൂമറേറ്റർ ഉപയോഗിച്ചിട്ടല്ലേ. അപ്പോൾ നമുക്കിവിടെ എന്താണ് നോർമലി ഒരു ഗ്രീൻ കളർ കൊടുക്കാം. ഓക്കെ, എനേബിൾഡ് ആയിട്ടുള്ള ഒരു ബോർഡറിന് ഗ്രീൻ കളർ ബോർഡർ കൊടുക്കാം. ഓക്കെ, അതുപോലെ നമുക്ക് ഇതിൻ്റെ വിഡ്ത്തും മാറ്റി കൊടുക്കാൻ സാധിക്കും. വിഡ്ത്ത് എന്ന് പറയുന്നത് ഈ ബോർഡറിൻ്റെ ഒരു തിക്നെസ്സിനെയാണ് പറയുന്നത് കേട്ടോ. ഇപ്പം ബൈ ഡിഫോൾട്ടായിട്ട് ഇപ്പോഴത്തെ തിക്നെസ് എത്രയാണ്? 1 പിക്സൽ ആയിരിക്കും. നമുക്കിപ്പോൾ അതിനെ ഒരു 4 പിക്സൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളൊന്നും നമ്മൾ മാറ്റി കൊടുത്തു. ഇനി അതൊന്ന് സേവ് ചെയ്ത് നോക്കാം. ഓക്കെ, കണ്ടില്ലേ, നമ്മളത് സേവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കിതാ നമ്മൾ സെറ്റ് ചെയ്ത പോലെ തന്നെ ഒരു ഗ്രീൻ കളർ ബോർഡർ കിട്ടി. അതുപോലെ തന്നെ അതിൻ്റെ തിക്നെസ് എത്രയാണ്? 4 പിക്സൽസ് അല്ലേ. നമുക്കിത് ഇൻക്രീസ് ചെയ്ത് നോക്കാം, ഇതിൻ്റെ ഡിഫറൻസ് എന്ത് ഡിഫറൻസാണ് അവിടെ വരാൻ പോകുന്നത് എന്നുള്ളത്. സേവ് ചെയ്തു, കണ്ടില്ലേ 10 പിക്സൽ കൊടുത്തപ്പോൾ ഇത്രയും തിക്നെസ് വന്നു. ഇവിടെ നമുക്ക് അത്രയും ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി കൊടുത്താണ്. നമുക്ക് 2 പിക്സൽ മതി തൽക്കാലം. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ബോർഡർ സൈഡിൻ്റെ വിഡ്ത്ത് നമ്മൾ മാറ്റി കൊടുത്തു. ഇത് അപ്ഡേറ്റ് ആവാത്ത നോക്കണ്ട, കാരണം എൻ്റെ ഹോട്ട് റീലോഡ് എന്തുകൊണ്ടോ വർക്ക് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ്. നമുക്ക് ഹോട്ട് റീസായിട്ട് കൊടുക്കാൻ തൽക്കാലം. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ബോർഡറിൻ്റെ റേഡിയസ് എങ്ങനെ മാറ്റാമെന്നുള്ളതാണ്. ഓക്കെ, റേഡിയസ് എന്ന് പറഞ്ഞാൽ അറിയാലോ,
ഇപ്പോൾ കുറച്ച് ഇതുണ്ടല്ലേ 2 പിക്സൽ വന്നപ്പോൾ കുറച്ചുകൂടി നീറ്റായി. റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ കോർണറുകളിലുള്ള ഈ ഒരു കർവിനെയാണ് ബോർഡർ റേഡിയസ് എന്ന് പറയുന്നത്. അതെങ്ങനെ നമുക്കൊന്ന് മാറ്റി കൊടുക്കാം എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനുള്ള നെയിംഡ് പാരാമീറ്ററാണ് ബോർഡർ റേഡിയസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിലേക്ക് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുന്നത് ബോർഡർ റേഡിയസ് എന്ന് പറയുന്ന ഒരു ക്ലാസ്സാണ്. പക്ഷേ ആ ക്ലാസ്സിൻ്റെ ഒരു നെയിംഡ് കൺസ്ട്രക്ടറാണ് നമ്മൾ സാധാരണ ഇവിടെ പാസ് ചെയ്ത് കൊടുക്കാറുള്ളത്. അതായത് ബോർഡർ റേഡിയസിന് കുറേ അധികം നെയിംഡ് കൺസ്ട്രക്ടേഴ്സ് ഉണ്ട്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഓൾ ഉണ്ട്, സർക്കുലർ ഉണ്ട്, ഹൊറിസോണ്ടൽ ഉണ്ട്, ഓൺലി ഉണ്ട്, വെർട്ടിക്കലുണ്ട്. നമുക്ക് തൽക്കാലം സർക്കുലർ കൊടുക്കാം. സർക്കുലർ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, എല്ലാ കോർണറിലും, അതായത് ഈ ഒരു ടോപ്പ് ലെഫ്റ്റ് ആണെങ്കിലും ടോപ്പ് റൈറ്റ് ആണെങ്കിലും ബോട്ടം റൈറ്റ് ആണെങ്കിലും ബോട്ടം ലെഫ്റ്റ് ആണെങ്കിലും എല്ലാ കോർണറിലും ഈ ഒരു റേഡിയസ് ഒരേപോലെ അപ്ലൈ ചെയ്യും. നമുക്കിവിടെ ഒരു വാല്യൂ 20 കൊടുക്കാം. എന്നിട്ടൊന്ന് സേവ് ചെയ്ത് നോക്കാം എന്തായിരിക്കും ഇവിടുത്തെ ഔട്ട്പുട്ട് എന്നുള്ളത്. ഇതല്ലേ, കോർണറെല്ലാം 20 പിക്സൽ റേഡിയസ് ഉള്ള, കോർണർ റേഡിയസ് ഉള്ള അല്ലെങ്കിൽ ബോർഡർ റേഡിയസ് ഉള്ള രീതിയിൽ ഈ ഒരു ടെക്സ്റ്റ് ഫീൽഡ് മാറി, കുറച്ചുകൂടി നീറ്റായി അല്ലേ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ബോർഡർ റേഡിയസ് കൊടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയത് എന്താണ്, സർക്കുലർ എന്ന് പറയുന്ന ഒരു നെയിംഡ് കൺസ്ട്രക്ടർ ആയിരുന്നു ഇവിടെ നമ്മൾ പാസ് ചെയ്തത്. ഇനി ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ ഓൺലി എന്ന് പറയുന്ന ഈ ഒരു നെയിംഡ് കൺസ്ട്രക്ടർ പാസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എങ്ങനെയാണ്, ഓരോ കോർണറിനെയും നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കൊടുക്കണം എത്രയാണ് അവിടുത്തെ റേഡിയസ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം തന്നെ ഈ ഒരു സൈഡ് നോക്കാം, അതായത് ടോപ്പ് ലെഫ്റ്റിൽ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ടോപ്പ് ലെഫ്റ്റിൽ നമുക്ക് നമ്മുടെ ബോർഡർ റേഡിയസ് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടി എങ്ങനെയാണ് നമ്മൾ റേഡിയസ് പാസ് ചെയ്യുന്നത്? അപ്പോൾ നിങ്ങൾക്ക് തോന്നാം ജസ്റ്റ് ഒരു 10 അല്ലെങ്കിൽ 20 എന്ന് പറഞ്ഞൊരു വാല്യൂ ഡയറക്റ്റായിട്ട് പാസ് ചെയ്താൽ മതി എന്ന് നിങ്ങൾക്ക് തോന്നാം. പക്ഷേ അങ്ങനെയല്ല, ഇത് ഇത്തിരി കൺഫ്യൂസിങ് ആണ്. കാരണം ഇങ്ങനെയാണ് ഫ്ലട്ടർ അതിനെ എന്താ പറയുക ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് ടോപ്പ് ലെഫ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു നെയിംഡ് പാരാമീറ്ററിലേക്ക് നമ്മൾ പാസ് ചെയ്യുന്നത് വീണ്ടും ഒരു ക്ലാസ്സാണ്. ഓക്കെ, റേഡിയസ് എന്ന് പറയുന്ന ഒരു ക്ലാസ്സാണ്. അതിൻ്റെ ഒരു കൺസ്ട്രക്ടറാണ് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് കുറേ അധികം കൺസ്ട്രക്ടേഴ്സ് ഉണ്ട്, നെയിംഡ് കൺസ്ട്രക്ടേഴ്സ് ഉണ്ട്. ഒന്ന് ലെർപ്പ് എന്ന് പറയുന്ന സർക്കുലർ ഉണ്ട്, അതുപോലെ എലിപ്റ്റിക്കലുണ്ട്. തൽക്കാലം നമുക്ക് സർക്കുലർ ഉപയോഗിക്കാം. ഇനി ഇതിനുള്ളിലാണ് നമ്മൾ എത്രയാണോ നമ്മുടെ ബോർഡർ റേഡിയസ് എന്നുള്ളത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഞാനിവിടെ 10 ആണ് കൊടുക്കുന്നത്. ഓക്കെ, ഒന്ന് ഫോർമാറ്റ് ചെയ്യാം. ഇനി അടുത്തത് എന്താണ്, ടോപ്പ് റൈറ്റിൽ എങ്ങനെ കൊടുക്കുക എന്നുള്ളത് നോക്കാം. റേഡിയസ് ഡോട്ട് സർക്കുലർ, ഞാനിവിടെ 0 കൊടുക്കുകയാണ്. കുറച്ച് വിയേർഡായിട്ടിരിക്കും, സാരമില്ല, നോക്കാം എങ്ങനെ വരും എന്നുള്ളത്. അതുപോലെ ബോട്ടം ലെഫ്റ്റിൽ ഞാൻ റേഡിയസ് ഒരു 20 പിക്സൽ കൊടുത്തു. ഓക്കെ, ഇത്രയും മതി. നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം എന്തായിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട് എന്നുള്ളത്. കുറച്ച് വിയേർഡായിട്ടുള്ള ഒരു ഔട്ട്പുട്ടായിരിക്കും. ടോപ്പ് ലെഫ്റ്റിൽ 10ഉം ബോട്ടം ലെഫ്റ്റിൽ 20ഉം ഇതല്ലേ ടോപ്പ് ലെഫ്റ്റിൽ 10, ബോട്ടം ലെഫ്റ്റിൽ 20, അതുപോലെ ടോപ്പ് റൈറ്റിൽ എന്താണ് 0. നമുക്ക് ടോപ്പ് റൈറ്റിൽ ഒരു 30 കൊടുത്ത് നോക്കാം. ഫ്ലട്ടർ തന്നെ പ്രാകും മിക്കവാറും ഇത്രയും വേഴ്സ്റ്റായിട്ട് ഒരു ടെക്സ്റ്റ് ഫീൽഡ് ഡിസൈൻ ചെയ്തതിന്. ഓക്കെ, കണ്ടില്ലേ, കുറച്ച് വൃത്തികെട്ട രീതിയിൽ കിട്ടിയില്ലേ. എന്നാലും ഞാനിത് ഇപ്പോൾ കാണിച്ചു തരുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പറയാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഡിസൈനൊക്കെ കിട്ടാം, കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള ഡിസൈനൊക്കെ നിങ്ങൾക്ക് കിട്ടാം. അപ്പോൾ ആ ഒരു സമയത്ത് എങ്ങനെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്ന് നിങ്ങളപ്പം നിങ്ങൾക്കൊരു ഇതൊന്നും എല്ലാവരും ഒന്നും ഓർത്തിരിക്കണമെന്നില്ല. ഇപ്പം ഞാനായാലും നമ്മളെ കമ്പനിയിലായാലും പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് നമ്മളിതെല്ലാം ഓർത്തിരിക്കുന്നില്ല. പക്ഷേ എന്നാലും നമുക്കൊരു ഏകദേശ ധാരണയുണ്ട്, ഇത് നമുക്ക് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുക, ടെക്സ്റ്റ് ഫീൽഡിൻ്റെ ഡെക്കറേഷൻ എന്ന് പറയുന്ന ആ ഒരു നെയിംഡ് പാരാമീറ്ററിനുള്ളിലേക്ക് നിങ്ങൾക്ക് റിസർച്ച് ചെയ്യാൻ സാധിക്കും. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഓൾറെഡി ബോർഡർ റേഡിയസ് അല്ലെങ്കിൽ ബോർഡർ എന്ന് പറയുന്ന എനേബിൾഡ് ബോർഡർ എന്ന് പറയുന്ന ഒരു നെയിംഡ് പാരാമീറ്ററിൽ ഇത് പോസിബിൾ ആണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പോൾ അറിയാം. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴാണോ ആവശ്യം വരുന്നത് ആ സമയത്ത് ഇങ്ങനെ റിസർച്ച് ചെയ്ത് പോകും. നിങ്ങൾക്ക് ഓൾറെഡി ഇതിനെക്കുറിച്ച് നോളജ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്കത് കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള യൂസ് കേസുകളൊക്കെ നിങ്ങൾക്ക് വരാം. അപ്പോൾ ഇത് എപ്പോഴും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ബോർഡർ റേഡിയസ് പഠിച്ചു. അപ്പോൾ നമ്മളിപ്പോൾ നോക്കിയത് എന്താണ്, എനേബിൾഡ് ബോർഡറാണ് ഇപ്പോൾ നോക്കിയത് അല്ലേ. ഇനി അടുത്ത് നമുക്ക് ഡിസേബിൾഡ് ബോർഡർ ഒന്ന് നോക്കാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ കോഡ് അതേപടി ഈ ഒരു ഔട്ട്ലൈൻ ബോർഡർ എന്ന് പറയുന്ന ഈ ഒരു സംഭവം അതേപടി കോപ്പി ചെയ്യാൻ പോകുന്നു. കാരണം ഇനി ഇതേപടി ഇനിയിപ്പോൾ ടൈപ്പ് ചെയ്യണ്ടേ.
കുറച്ച് മടി, അപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും. അപ്പം നമ്മൾ ഡിസേബിൾഡ് ബോർഡർ എങ്ങനെയാണ് നമ്മൾ സ്റ്റൈൽ ചെയ്യുന്നത്, അതായത് ടെക്സ്റ്റ് ഫീൽഡ് ഡിസേബിൾ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ കാണിക്കുന്ന ബോർഡർ അതിനെ എങ്ങനെയാണ് സ്റ്റൈൽ ചെയ്യുന്നത്, അതിന് വേണ്ടിയിട്ടുള്ള നെയിംഡ് പാരാമീറ്ററാണ് ഡിസേബിൾഡ് ബോർഡർ എന്ന് പറയുന്നത്. ഓക്കെ, അതിലേക്ക് നമ്മൾ ഇപ്പോൾ കോപ്പി ചെയ്ത ആ ഒരു ഔട്ട്ലൈൻഡ് ബോർഡർ എന്ന് പറയുന്ന ഔട്ട്ലൈൻഡ് ഇൻപുട്ട് ബോർഡർ എന്ന് പറയുന്ന ആ ഒരു ക്ലാസ് ഫുള്ളായിട്ട് നമ്മളങ്ങ് കോപ്പി ചെയ്തു. ഡിസേബിൾഡ് അല്ലേ, അതുകൊണ്ട് നമ്മളിപ്പോൾ ഇവിടെ തൽക്കാലം ബ്ലൂ കളർ കൊടുക്കാം. ബ്ലൂ കളർ അല്ല ഡിസേബിൾഡ് ആകുമ്പോൾ കൊടുക്കുന്നത്, പക്ഷേ ഞാൻ ഇതിൻ്റെ ഒരു വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ബ്ലൂ കളർ കൊടുത്തു, വിഡ്ത്ത് 4 ആക്കി. അപ്പോൾ ഇവിടെ എത്രയാണ് 2 ആയിരുന്നു, നമ്മളതിനെ കുറച്ചുകൂടി ഇൻക്രീസ് ചെയ്തു. ആ ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ചുകൂടി വൃത്തിയായിട്ട് കൊടുക്കാം, 30. ഓക്കെ, അപ്പോൾ ഇത് വൃത്തിയാണെന്ന് ചോദിച്ചാൽ അല്ല, പക്ഷേ കുറച്ച് വ്യത്യാസപ്പെട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസേബിൾഡ് ബോർഡർ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ എങ്ങനെയായിരിക്കണം, ബ്ലൂ കളറിൽ 4 പിക്സൽ വിഡ്ത്തുള്ള, അതുപോലെ 30 ടോപ്പ് ലെഫ്റ്റിലും ടോപ്പ് റൈറ്റിലും 30, അതുപോലെ ബോട്ടം ലെഫ്റ്റിലും 30 റേഡിയസ് വരുന്ന രീതിയിലുള്ള ഒരു ടെക്സ്റ്റ് ഫീൽഡ്. ഓക്കെ, അതായിരിക്കണം ഈ ഒരു ടെക്സ്റ്റ് ഫീൽഡ് ഡിസേബിൾഡ് ആയിരിക്കുമ്പോൾ കാണേണ്ട ബോർഡർ. നമുക്ക് അത് എങ്ങനെയാണ് കാണിക്കാൻ പറ്റുക, ഈ ഒരു എനേബിൾഡിന് നമ്മളിപ്പോൾ ട്രൂ ആണ് കൊടുത്തിരിക്കുന്നത്, അതിന് പകരം നമ്മൾ ഫോൾസ് കൊടുക്കുക. സേവ് ചെയ്യാം. അതുപോലെ എൻ്റെ ഹോട്ട് റീലോഡ് വർക്ക് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഞാൻ റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. കണ്ടില്ലേ, ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ഫീൽഡ് ഡിസേബിൾഡ് ആണ്. അതെങ്ങനെയാണ്, എനേബിൾഡിലേക്ക് ഫോൾസ് കൊടുത്തപ്പം നമ്മൾ ടെക്സ്റ്റ് ഫീൽഡ് ഡിസേബിൾഡ് ആയി. അപ്പോൾ ഡിസേബിൾ ആയിരിക്കുന്ന ടൈമിൽ ബോർഡർ എന്ത് സ്റ്റൈലാണ് കൊടുത്തിരിക്കുന്നത്, നമ്മളിവിടെ കളർ ബ്ലൂ ആയിട്ടും വിഡ്ത്ത് 4 ആയിട്ടും ഇങ്ങനത്തെ ഒരു റേഡിയസും കൊടുത്തു. അത് ഏത് നെയിംഡ് പാരാമീറ്ററിലേക്കാണ് കൊടുത്തത്, ഡിസേബിൾഡ് ബോർഡർ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എങ്ങനെയാണ് ഈ എനേബിൾഡ് ട്രൂവും ഫോൾസും ആയിട്ട് മാറ്റി, ഇതെങ്ങനെയാണ് അതൊരു റിയൽ ആപ്പിൽ എങ്ങനെയത് ഇതിൻ്റെ ഒരു യൂസ് കേസ് എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നാം. അപ്പോൾ ഇങ്ങനെ വിചാരിക്കുക, നമ്മളുടെ റിയൽ ആപ്പിൽ നമ്മൾ ഒരിക്കലും ഈ ഒരു ടെക്സ്റ്റ് ഫീൽഡിന് മാനുവലി ഫോൾസ് അല്ലെങ്കിൽ ട്രൂ എന്ന് പറഞ്ഞ് വാല്യൂ കൊടുക്കുന്നില്ല. അത് നമ്മുടെ ആപ്പിലെ സ്റ്റേറ്റുകളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഈ ഒരു എനേബിൾഡിന് ആവശ്യമായ രീതിയിൽ ട്രൂ അല്ലെ ഫോൾസ് നമ്മുടെ ആപ്പാണ് കൊടുക്കുന്നത്. ആപ്പ് തീരുമാനിക്കുകയാണ് എന്ത് കൊടുക്കേണ്ടതെന്ന്. അതാണ് ഞാൻ പറയുന്നത്, സ്റ്റേറ്റ് എന്ന് പറയുന്നത് വലിയൊരു കൺസെപ്റ്റാണ്. സ്റ്റേറ്റ് എന്ന് പറയുന്നത് ആപ്പിൻ്റെ വലിയൊരു കൺസെപ്റ്റാണ്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു എനേബിൾഡും എന്ന് പറയുന്ന ഈ ഒരു നെയിംഡ് പാരാമീറ്ററൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. അല്ലാതെ ഒരിക്കലും നമ്മളൊരു ടെക്സ്റ്റ് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് മാനുവലി നമ്മൾ കൊടുക്കുന്നില്ല. ഓക്കെ, അതൊക്കെ നമ്മൾ ഇൻ്റർമീഡിയറ്റിൽ പഠിക്കും, ഒരുപാട് വൈകാതെ തന്നെ. അപ്പോൾ നമ്മൾ എനേബിൾഡ് ആയിട്ടുള്ള ബോർഡർ പഠിച്ചു, ഡിസേബിൾഡ് ആയിട്ടുള്ള ബോർഡർ പഠിച്ചു. ഇനി അടുത്ത് എന്താണ്, ഫോക്കസ്ഡ് ബോർഡർ. ഫോക്കസ്ഡ് ബോർഡർ എന്താണെന്ന് ഞാൻ പറഞ്ഞു. നമ്മളിപ്പോൾ ഈ ഒരു ഇൻപുട്ടിൽ ഇതിപ്പോൾ ഡിസേബിൾ ആയിട്ടാണ് ഇരിക്കുന്നത്. എന്നിട്ട് ഞാൻ ഇവിടെ കിടന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യില്ല, നമ്മൾ ഓൾറെഡി കാണിച്ചതാണല്ലോ അത്. ഇപ്പോൾ ഡിസേബിൾ ആയിരുന്ന ഒരു ടെക്സ്റ്റ് ഫീൽഡിലാണ് ഞാൻ ക്ലിക്ക് ചെയ്ത് ഫോക്കസ് ചെയ്യാൻ നോക്കിയത്. നിങ്ങൾക്കത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് എനേബിൾ ആയിട്ടുള്ളൊരു ബോർഡർ. നമ്മൾ എങ്ങനെയാണ് ഒരു ഇൻപുട്ട് ഫീൽഡിലേക്ക് വാല്യൂ കൊടുക്കുന്നത്, ഫോണിൽ ഒരു ആപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ലോഗിൻ പേജിൽ നമുക്ക് യൂസർ നെയിം ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, അത് തന്നെ ആ യൂസർ നെയിമിൻ്റെ ഫീൽഡിൽ നമ്മളൊന്ന് ടാപ്പ് ചെയ്യും, അല്ലേ, ഒന്ന് ക്ലിക്ക് ചെയ്യും, എന്നിട്ടല്ലേ നമ്മൾ ടൈപ്പ് ചെയ്ത് തുടങ്ങുള്ളൂ. അപ്പോൾ ആ ടാപ്പ് ഡിറ്റക്റ്റ് ചെയ്യാനാണ് നമ്മളിത് ഈ ഓൺ ടാപ്പ് എന്ന് പറയുന്ന ഈ ഒരു നെയിംഡ് പാരാമീറ്ററൊക്കെ യൂസ് ചെയ്തെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണ്, ആ ഒരു ഇൻപുട്ട് ഫീൽഡ് അല്ലെങ്കിൽ ടെക്സ്റ്റ് ഫീൽഡ് ഫോക്കസ് ആവുകയാണ്. ഓക്കെ, അത് ഫോക്കസ് ആവുകയാണ്, എന്നിട്ട് നമ്മളവിടെ ടൈപ്പ് ചെയ്ത് തുടങ്ങുകയാണ്. അപ്പോൾ അങ്ങനെ ഫോക്കസ് ആവുന്ന ടൈം അങ്ങനെ ആ ഒരു ഇൻപുട്ട് ഫീൽഡ് ഫോക്കസ് ആയിരിക്കുന്ന ആ ഒരു ടൈമിലെ ബോർഡറിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു നെയിംഡ് പാരാമീറ്ററാണ് ഫോക്കസ്ഡ് ബോർഡർ എന്ന് പറയുന്ന നെയിംഡ് പാരാമീറ്റർ. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ഒന്നേന്ന് പോലത് ചെയ്യുന്നില്ല. ഞാൻ തൽക്കാലം ഈ ഒരു ഔട്ട്ലൈൻ ബോർഡറിൻ്റെ ഈ ഒരു കോൺഫിഗറേഷൻ കോപ്പി ചെയ്യണം. കാരണം എന്താണ്, ഈ എനേബിൾഡ് ബോർഡർ ആയാലും ഡിസേബിൾഡ് ബോർഡർ ആയാലും ഫോക്കസ്ഡ് ബോർഡർ ആയാലും എല്ലാം അക്സെപ്റ്റ് ചെയ്യുന്നത് എന്താണ്, ഔട്ട്ലൈൻ ഇൻപുട്ട് ബോർഡർ എന്ന് പറയുന്ന ക്ലാസ്സിനെയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഫോക്കസ്ഡായി. ഇനി എങ്ങനെ നമുക്കിതിനെ മാറ്റാൻ നോക്കാം. നമുക്കിപ്പോൾ തൽക്കാലം ഇവിടെ നമുക്കൊരു ഓറഞ്ച് കളർ കൊടുക്കാം. അതുപോലെ ഇവിടെ നമുക്ക് 3 കൊടുക്കാം വിഡ്ത്തായിട്ട്, അതായത് തിക്നെസ് കുറച്ചുകൂടി കുറയ്ക്കാം. അതുപോലെ ഇവിടെ നമ്മളിപ്പോൾ എന്താ ചെയ്തത്, എല്ലാം 30, നമുക്ക് ഫുൾ 30 ആക്കാം. അപ്പോൾ ബോട്ടം റൈറ്റും കൂടെ ബാക്കി കിടപ്പുണ്ട്, അതും കൂടെ നമുക്കങ്ങ് 30 ആക്കാം. അതായത് ഞാൻ പറയുന്നത് ബോർഡർ റേഡിയസിൻ്റെ കാര്യമാണ്. അതായത് ബോട്ടം റൈറ്റിലുള്ള റേഡിയസ് നമ്മളങ്ങ് 30 ആക്കുവാണ്, 30 പിക്സൽസ് ആക്കുകയാണ്. ഓക്കെ, നമ്മൾ ബോട്ടം ലെഫ്റ്റ് കഴിഞ്ഞിട്ട് നമ്മളൊരു കോമ വിട്ടുപോയി, അതുകൊണ്ടാണ് ഒരു എറർ കാണിച്ചത്. ഓക്കെ, ഇപ്പോൾ എന്തൊക്കെ മാറ്റി, ഫോക്കസ്ഡ് ബോർഡർ, അതായത് നമ്മൾ ടാപ്പ് ചെയ്ത്
ഒരു ടെക്സ്റ്റ് ഫീൽഡിനെ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ബോർഡർ എങ്ങനെയായിരിക്കണം എന്നാണ് നമ്മളിവിടെ കോൺഫിഗർ ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ കളറ് ഓറഞ്ച്, വിഡ്ത്ത് 3, അതുപോലെ എല്ലാ കോർണറിനും റേഡിയസ് ആയിട്ട് 13 കൊടുത്തു അല്ലേ. നമുക്കൊന്ന് സേവ് ചെയ്ത് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പം നിലവിൽ എന്താണ്, ഇത് ഫോക്കസ്ഡ് ആയിട്ടുള്ള ബോർഡർ അല്ല. ഓക്കെ, ഇത് ഫോക്കസ്ഡ് അല്ല. നമ്മളിപ്പോൾ എങ്ങനെയാണ് ഫോക്കസ് ആക്കുന്നത്? ഇതിൽ ക്ലിക്ക് ചെയ്ത് അല്ലെങ്കിൽ ടാപ്പ് ചെയ്ത് കണ്ടില്ലേ, ഞാൻ ആ ടെക്സ്റ്റ് ഫീൽഡിനകത്ത് ടാപ്പ് ചെയ്തപ്പോൾ എന്തായി അതിൻ്റെ സ്റ്റൈല്. നമ്മളിപ്പോൾ ഡിഫൈൻ ചെയ്ത പോലെ ഓറഞ്ച് കളറിലുള്ള 3 പിക്സൽ വിഡ്ത്തുള്ള എല്ലാ കോർണറും 30 പിക്സൽ റേഡിയസ് ഉള്ള ഒരു നല്ലൊരു ടെക്സ്റ്റ് ഫീൽഡായിട്ട് മാറി. നമുക്കിപ്പം എല്ലാം ഒന്ന് ഐഡൻറ്റിക്കലായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ബോർഡർ റേഡിയസ് കോപ്പി ചെയ്ത് എല്ലാത്തിനും ഒരേ ബോർഡർ റേഡിയസ് അപ്ലൈ ചെയ്യാണ്, കുറച്ചൊന്ന് വൃത്തിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നത് എങ്ങനെയാണ് ഒരു ടെക്സ്റ്റ് ഫീൽഡിൻ്റെ ബോർഡർ കാര്യങ്ങളൊക്കെ സ്റ്റൈൽ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ,